പുതിയ യൂട്യൂബ് ചാനലുമായി കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. തനിക്കും കുടുംബത്തിനും ഒരു വരുമാന മാർഗമായാണ് രേണു ചാനലിനെ കാണുന്നത്. രേണു സുധി എന്നാണ് യൂട്യൂബ് ചാനലിന് നൽകിയിരിക്കുന്ന പേര്. കാണാൻ അഴകുള്ള മാണിക്യക്കുയിലെ എന്ന പാട്ടോടെയാണ് ചാനലിൻ്റെ തുടക്കം. ഏതു വേദിയിലും സുധിച്ചേട്ടൻ പാടുന്ന പാട്ടാണിത്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ കാണും, രേണു പറയുന്നു. 4 ദിവസം കൊണ്ട് തന്നെ 20,000 സബ്സ്ക്രൈബേഴ്സിനെയും 4.5 ലക്ഷത്തിലധികം വ്യൂസും ചാനൽ സ്വന്തമാക്കി. ആകെ പോസ്റ്റ് ചെയ്തത് 3 വീഡിയോകളും. തൻ്റെ ചാനലിനെക്കുറിച്ച് രേണു പറയുന്നത് എങ്ങനെയാണ്: സുധിച്ചേട്ടൻ മരിച്ചിട്ട് 2 വർഷമായി. അന്നു മുതൽ ഞങ്ങൾക്ക് കൈത്താങ്ങായി നിന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം നന്ദി. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അവരെല്ലാം കുറേ നാളെ എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. അന്ന് എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഏതായാലും ഒരെണ്ണം തുടങ്ങിയേക്കാമെന്ന് ഞാനിപ്പോൾ തീരുമാനിച്ചു. മക്കൾ കിച്ചുവും ഋതിക്കുട്ടനും ചാനലിലുണ്ടാകും. സുധിച്ചേട്ടനെയും മക്കളെയും സ്നേഹിക്കുന്നവർ ഞങ്ങളെ പിന്തുണയ്ക്കണം. ഇവിടെയുള്ള വിശേഷങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തും. ഇതെനിക്കൊരു കൈത്താങ്ങും വരുമാന മാർഗവും കൂടിയാകും. ഇപ്പോൾ നല്ല രീതിയിൽ വർക്കുണ്ട്. ദയാവധം എന്നൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ രജിത് സാർ, ജിൻഡോ ബ്രോ എന്നിവരും കൂടെ അഭിനയിക്കുന്നു. ചേഞ്ച് എന്നൊരു സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞു, രേണു സുധി പറയുന്നു. കൊല്ലം സുധിയുടെ മരണശേഷം ആൽബങ്ങളിലും റീൽസിലുമൊക്കെ രേണു അഭിനയിച്ചിരുന്നു. വലിയ വിമർശനങ്ങളാണ് അന്ന് രേണുവിന് നേരിടേണ്ടി വന്നത്. ബോഡി ഷെയ്മിങ്ങും തെറിവിളിയും വേറെയും. ഒന്നും കണ്ട് പതറാതെ സധൈര്യം മുന്നോട്ട് പോവുകയാണ് രേണു സുധി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സുധിയുടെ മകൻ കിച്ചു എന്ന് വിളിക്കുന്ന രാഹുൽ ദാസ് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കിച്ചു RD എന്നാണ് ചാനലിലിട്ട പേര്.